ബംഗ്ലാദേശിൻ്റെ ചരിത്രം വളരെ ഹ്രസ്വമായിട്ട് നോക്കിയാൽ ബംഗ്ലാദേശിൽ ജനാധിപത്യം ശക്തിപ്പെട്ട് വരികയും അത് നഷ്ടപ്പെടുകയും ചെയ്ത പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. 1971 ഷെയ്ഖ് മുജിബുർ റഹ്മാൻ്റെ നേതൃത്വത്തിലൊരു വിമോചന സമരം ഉണ്ടാവുകയും അത് പരിപൂർണമായി ഇന്ത്യയുടെ പിന്തുണയിലാണ് ആ സമരം നടന്നത് എന്ന് നമുക്കറിയാം. അതിനുശേഷം ഷെയ്ഖ് മുജിബുർ റഹ്മാൻ്റെ നേതൃത്വത്തിലുള്ള ഭരണം വന്നെങ്കിലും 1975 ഓഗസ്റ്റ് 15 അദ്ദേഹത്തെ അവിടുത്തെ സൈന്യം തന്നെ അദ്ദേഹത്തെ വധിക്കുകയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. അന്ന് രക്ഷപ്പെട്ട ഷെയ്ഖ് ഹസീനയും അവരുടെ സഹോദരിയും ഇന്ത്യയിലും മറ്റും ആയിരുന്നത് കൊണ്ടാണ് അവർക്കന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞത്. ബാക്കി ആ കുടുംബത്തെ തന്നെ ഇല്ലാതാക്കുകയും ചെയ്തു. പിന്നീട് പട്ടാള ഭരണം വന്നു. പട്ടാള ഭരണത്തിനെതിരായി പിൽക്കാലത്ത് പാകിസ്ഥാനിൽ സംഭവിക്കുന്ന പോലെ ജനാധിപത്യ സമരമുണ്ടായി. ആ ജനാധിപത്യ സമരം വഴി പട്ടാള ഭരണത്തെ സ്ഥാനഭ്രഷ്ടമാക്കി. പട്ടാള മേധാവികളെ വധിക്കപ്പെടുകയുണ്ടായി. ഇപ്പോൾ ജനറൽ സിയാഉൽ ഹക്കിൻ്റെ കാര്യം നമുക്കറിയാം. അതോടൊപ്പം തന്നെ ജനറൽ ഇർഷാദിൻ്റെ ചരിത്രം നമുക്കറിയാം. പട്ടാള ഭരണത്തെ നിയന്ത്രിക്കുന്ന രീതിയിലുള്ള ജനപ്രക്ഷോഭങ്ങളൊക്കെ ബംഗ്ലാദേശിലുണ്ടായി. ജനാധിപത്യം വീണ്ടും വന്നു. വീണ്ടും ഒരു പാർട്ടി സമ്പ്രദായത്തിലേക്ക് പോയി. ഇടയ്ക്ക് പാർലമെൻ്ററി സമ്പ്രദായം ഉപേക്ഷിച്ച് പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിലേക്ക് ബംഗ്ലാദേശ് വന്നു. അപ്പോൾ ഇങ്ങനെ മാറി മാറി വരുന്നൊരു സാഹചര്യത്തിൽ ജനാധിപത്യത്തിന് വലിയ വേരോട്ടം വരാനുള്ള സാഹചര്യം ഉണ്ടാകേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ഒരു വൈരുദ്ധ്യം പറയാനുള്ളത്, ബംഗ്ലാദേശ് കഴിഞ്ഞ 10-15 വർഷത്തിനിടയ്ക്ക് സാമ്പത്തികമായി വളരെയധികം പുരോഗതി പ്രാപിച്ചിട്ടുണ്ട്. അവിടുത്തെ അടിസ്ഥാന വികസനം വളരെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്തു. റോഡുകളായാലും പോർട്ടുകളായാലും ബാക്കി ഫിസിക്കലായിട്ടുള്ള അടിസ്ഥാന സൗകര്യം നോക്കിയാലും ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, മാനുഷിക വിഭവശേഷി വലുതായിട്ട് വളർന്നു. സ്ത്രീകളുടെ വിദ്യാഭ്യാസം വളർന്നു. ജനങ്ങളുടെ ആരോഗ്യസ്ഥിതി വളരെയധികം മെച്ചപ്പെട്ടു. ഇപ്പോൾ ചുരുക്കത്തിൽ അവിടുത്തെ സാമ്പത്തിക രംഗവും വ്യത്യാസം വന്നു. ഗാർമെൻറ്റ് മേക്കിങ്ങിൽ ലോകത്തിലെ തന്നെ 2ാമത്തെ പ്രധാനപ്പെട്ട രാജ്യമായി ബംഗ്ലാദേശ് എക്സ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ മറ്റ് രാജ്യങ്ങൾക്ക് ബംഗ്ലാദേശിൻ്റെ ഗുഡ്സ് ആവശ്യമാണ് എന്നുള്ള സാഹചര്യത്തിലെത്തുകയും സാമ്പത്തികമായിട്ട് ഉയരാൻ കഴിയുകയും സമീപകാലത്ത് ഷെയ്ഖ് ഹസീനയുടെ സമയത്ത് നിർമ്മിച്ച വളരെ 24 ജില്ലകളുമായി ബന്ധപ്പെടുന്ന ഒരു 7 കിലോമീറ്റർ നീളത്തിലുള്ള ഒരു പാലം പത്മ നദിയുടെ പുറമെ സൃഷ്ടിച്ച നിർമ്മാണം ചെയ്ത ആ പാലം അത് തീർച്ചയായിട്ടും കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വഴിതെളിയിക്കുകയും അതോടൊപ്പം തന്നെ ബംഗ്ലാദേശിന് സാമ്പത്തിക പുരോഗതിക്ക് ഒരുപാട് വഴികൾ ഉണ്ടാവുകയും ചെയ്തു. ചുരുക്കത്തിൽ GDP ഗ്രോത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പഴയകാലത്ത് ഒരു പട്ടിണി രാജ്യമായിരുന്ന ബംഗ്ലാദേശ് അതിൽ നിന്നൊക്കെ സാഹചര്യങ്ങൾ മാറി. പക്ഷേ പിൽക്കാലത്ത് ഈ ബംഗ്ലാദേശിന് ഈ തകർച്ചയ്ക്ക് വരാൻ ചില കാരണങ്ങൾക്ക് ഷെയ്ഖ് ഹസീനയും ഉത്തരവാദിയാണ്. ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി അവാമി ലീഗ് ഒരു ജനാധിപത്യ പാർട്ടി ആയിരുന്നെങ്കിൽ കഴിഞ്ഞ 10-15 വർഷത്തിനിടയ്ക്ക് അതിനൊരുപാട് ശോഷണം ഉണ്ടായിട്ടുണ്ട്. അവിടെ അഴിമതി കടന്നു വന്നിട്ടുണ്ട്. ബിസിനസ് താല്പര്യങ്ങൾ പാർട്ടിക്കകത്ത് വളരെയധികം വന്നു. കേഡറുകളുടെ പ്രവർത്തനം നിസ്വാർത്ഥമല്ലാതായി മാറി. സ്വാർത്ഥ താല്പര്യങ്ങൾ കടന്നു കയറി. ചുരുക്കത്തിൽ ഒരു വ്യക്തിയെ അധിഷ്ഠിതമായി നിൽക്കുന്ന ഒരു പാർട്ടിയായി അത് അധപ്പതിക്കുകയും അതിൻ്റെ പാരമ്പര്യം ഉണ്ടായിരുന്ന ഐഡിയോളജിയും മതേതരത്വ സ്വഭാവമെല്ലാം നിലനിൽക്കുമ്പോഴും അതോടൊപ്പം തന്നെ പാർട്ടിക്കകത്ത് അഴിമതിയും സ്വജനപക്ഷപാതം തുടങ്ങിയ പ്രശ്നങ്ങളുണ്ടായി. ഈ പ്രശ്നങ്ങളോടൊപ്പമാണ് ഈ സംവരണ വിരുദ്ധ പ്രക്ഷോഭമുണ്ടായത്. 1971 വിമോചന സമരത്തിൽ പങ്കെടുത്തവർക്കാണ് 30% സംവരണം നൽകിയെങ്കിൽ അത് കോടതി വിധിയുടെ ഇടപെടലിന് ശേഷം അതിന് മാറ്റം വന്നു. പക്ഷേ വിദ്യാർത്ഥികൾ അതുകൊണ്ട് തൃപ്തരായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ സംവരണ വിരുദ്ധ പ്രക്ഷോഭം ശക്തിപ്പെടുകയും ആകെ 56% സംവരണത്തിൽ 30% സംവരണം അവാമി ലീഗിൻ്റെ ബന്ധുക്കൾക്ക് വിമോചന സമരത്തിലെ ആൾക്കാർക്ക് കൊടുത്തു എന്നുള്ള ആക്ഷേപമാണ് ഇവിടെ വിവാദമാവുകയും വിദ്യാർത്ഥികളുടെ സമരം ശക്തിപ്പെടുകയും ചെയ്തു. പക്ഷേ വിദ്യാർത്ഥികളുടെ സമരത്തിൻ്റെ പിന്തുണയ്ക്കായി ജമാഅത്തെ ഇസ്ലാമിയും മറ്റും പങ്കെടുത്തതായിട്ട് പറയുന്നുണ്ട്. ചുരുക്കത്തിൽ ഈ സമീപകാലത്തുണ്ടായ സംഭവങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ ആക്രമണമുണ്ടായി. ഇസ്കോൺ ഉൾപ്പെടെയുള്ള ഹിന്ദു മന്ദിരങ്ങൾ ആക്രമിക്കുകയുണ്ടായി. ന്യൂനപക്ഷങ്ങൾക്ക് എതിരെ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ഉണ്ടായി. ഇതെല്ലാം സംഭവിച്ച് ഹസീനയുടെ കസേരയും തെറിച്ചു കഴിഞ്ഞപ്പോൾ ഇനി വരുന്ന ഭരണം ഒരു കൺസർവേറ്റീവ് ഭരണമാണെങ്കിൽ ആ ഭരണത്തിൽ ഇപ്പോൾ താൽക്കാലികമായിട്ട് മുഹമ്മദ് യൂനൂസ് അധികാരത്തിൽ വന്നെങ്കിലും അത് ഒരു താൽക്കാലിക അറേഞ്ച്മെൻറ്റ് മാത്രമാണ്. ഒരു തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അവിടെ തന്നെ നമുക്കത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഒരുപാട് അഴിമതികളുണ്ടായിരുന്നു. പക്ഷേ 7 മാസം കഴിഞ്ഞ് ആ തിരഞ്ഞെടുപ്പിനെ തന്നെ അസാധുവാക്കുന്നൊരു പ്രഖ്യാപനം. അപ്പോൾ ചുരുക്കത്തിൽ ജനാധിപത്യത്തിന് വേരോട്ടം ദുർബലപ്പെടുന്ന ചില മേഖലകളുണ്ട്. അതുകൊണ്ടാണ് ഈ തിരഞ്ഞെടുപ്പ് ഇത്രയും ഒരു ക്യാപ്ചേർഡ് ഇലക്ഷനായി മാറിയത്. ഇനി പുതിയ ഇലക്ഷൻ വരുമ്പോൾ അവിടെയും അഴിമതി ഉണ്ടാകുമോ? ഇപ്പോൾ ഉദ്ദേശിക്കപ്പെടുന്നത് ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി ആണ്, BNP ആണ് അധികാരത്തിൽ വരാൻ സാധ്യതയുള്ളത്. അങ്ങനെ ഒരു രാഷ്ട്രീയം വന്ന് അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ കൺസർവേറ്റീവ് ഫോഴ്സസ്
മുറുകെ പിടിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ അവിടെ തീർച്ചയായിട്ടും ന്യൂനപക്ഷങ്ങൾക്ക് ഒരു പ്രസക്തി ഇല്ലാതാകും, ജനാധിപത്യത്തിന് വളർച്ച ഇല്ലാതാകും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അന്തർദേശീയ രാഷ്ട്രീയത്തിനും അന്തർദേശീയ ശക്തികൾക്കും ചില ഗുണം ചെയ്യും. കാരണം പൊതുസമൂഹം ദുർബലപ്പെടുകയും പാകിസ്ഥാനിൽ നീണ്ടകാലം ഉണ്ടായിരുന്നത് പോലെയുള്ള പട്ടാള ഭരണവും രാഷ്ട്രീയ അസ്ഥിരതയും എല്ലാം സംഭവിച്ചാൽ ഇത് ബംഗ്ലാദേശിനെ മാത്രമല്ല അയൽപക്കത്തുള്ള നമ്മുടെ രാജ്യത്തെയും കാര്യമായി ബാധിക്കും. ബംഗ്ലാദേശിലെ ജനാധിപത്യ വളർച്ചയ്ക്ക് വളരെ ആവശ്യമാണ്. അതിന് പകരം ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കായി കൺവേർട്ട് ചെയ്താൽ തീർച്ചയായിട്ടും അത് കൂടുതൽ അപകടത്തിലെത്തിക്കും. ചുരുക്കത്തിൽ ബംഗ്ലാദേശിൻ്റെ ഭാവിയെക്കുറിച്ച് നമുക്ക് ആശങ്കയുണ്ട്. സാമ്പത്തിക പുരോഗതിയും GDP ഗ്രോത്തും ഉണ്ടായെങ്കിലും പാവപ്പെട്ട ആൾക്കാർ നിരവധിയുണ്ട്. മിഡിൽ ക്ലാസ്സിന് ഡിസാറ്റിസ്ഫാക്ഷനുണ്ട്. അഴിമതിക്കെതിരെയുള്ള വിശ്വാസം ശക്തമാണ്. പക്ഷേ അന്തർദേശീയ ഇടപെടലുകൾ ഇതിനകത്ത് കൂടുതലായി വരികയും പാകിസ്ഥാനും ചൈനയും അമേരിക്കയും കൂടി ബംഗ്ലാദേശിനെ വല്ലാതെ സമ്മർദ്ദത്തിലാക്കിയാൽ ബംഗ്ലാദേശിൻ്റെ ഭാവി ഇരുട്ടിലാകും. മറ്റുള്ള രാജ്യങ്ങൾക്ക് മേൽക്കോയ്മ കാണിക്കാൻ അവരുടെ സ്ഥലം എടുക്കുകയും ബംഗ്ലാദേശിനെ ഒരു പപ്പറ്റ് ഗവേണൻസിലേക്ക് കൊണ്ടുപോവുകയും ചെയ്താൽ തീർച്ചയായിട്ടും അത് രാജ്യത്തിന് നഷ്ടമാണ്. അയൽപക്കത്തെ പ്രധാനപ്പെട്ട രാജ്യമായ സൗത്ത് ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം ഇന്ത്യക്കും പ്രശ്നങ്ങളുണ്ടാക്കും. ചുരുക്കത്തിൽ ഭാവിയിലുള്ള രാഷ്ട്രീയം എത്രത്തോളം അഴിമതി രഹിതമാണ്, അത്രത്തോളം മതേതരത്വത്തിലായിരിക്കും, എത്രത്തോളം ജനാധിപത്യത്തിലായിരിക്കും എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ജനാധിപത്യത്തിൻ്റെ ഭാവി. അതത്ര എളുപ്പമാകുമോ എന്നുള്ളതാണ് നമ്മളിനി കാണേണ്ടിയിരിക്കുന്നത്.